Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹ്യൂജ് ടിമു ഹോൾ വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാനൊരു 1 to 2 months ബാക്ക് ടിമുന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ടിമു നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഞാൻ ലണ്ടനിൽ എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഓരോരോ പ്രോഡക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ടിമുന്ന് ഞാൻ ഓൾമോസ്റ്റ് ഇത്രയും ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള റീസൺ ഈ ഒരു ക്രേറ്റ് ബാസ്ക്കറ്റാണ്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഗ്രീൻ കളർ ക്രേറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ കളേഴ്സ് വാങ്ങിക്കാനായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഒരു ഷോപ്പിലും കിട്ടാനില്ല. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റേഷനറി പെല്ലിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിലേക്ക് അറൗണ്ട് 1000 റുപ്പീസൊക്കെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. അത് എനിക്ക് ഒട്ടും വർത്തായിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ടിമുന്ന് പർച്ചേസ് ചെയ്തത്. ഇതിൽ വൈറ്റ് ഒഴികെയുള്ള ബാക്കി 4 കളേഴ്സ് കോംബോ ആയിട്ടും വൈറ്റ് ഞാൻ സെപ്പറേറ്റ് സിംഗിൾ പീസായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ക്രേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി ടിമുവിൻ്റെ സൈറ്റിൽ കയറി ഞാൻ അറൗണ്ട് ഒരു 5000 റുപ്പീസിനുള്ള പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും ഞാൻ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതും ഒരു റീസൺ ആണ് ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സ് ഒരുമിച്ച് ടിമുന്ന് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് ഒരു ട്രാൻസ്ലൂസൻറ്റ് പെൻ ഹോൾഡറാണ്. ഈ ഒരു പെൻ ഹോൾഡർ വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ അത്യാവശ്യം നല്ലോണം പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു 5000 റുപ്പീസിനുള്ള ഷോപ്പിംഗ് നടത്തിയത്. അതായത് ഈ ഒരു പെൻ ഹോൾഡർ വാങ്ങുമ്പോൾ ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോസ്റ്റർ വാങ്ങണം, പിന്നെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെൻസ് വാങ്ങണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഓരോ പ്രോഡക്ട്സും വാങ്ങിയത്. സോ ആ ഒരു വുഡൻ കോസ്റ്റർ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഈ ഒരു പെൻ ഹോൾഡർ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ ഈ പെൻ ഹോൾഡറിൽ വെക്കാൻ കുറച്ച് പെൻസും വാങ്ങിയിട്ടുണ്ട്. ഇത് വന്നിട്ടൊരു ഫ്ലോറൽ തീമിൽ വന്നിട്ടുള്ള പെൻസിൻ്റെ സെറ്റാണ്. ഇങ്ക് കളർ വരുന്നത് ബ്ലാക്ക് ആണ്. പിന്നെ ഈ ഒരു പുറമേന്ന് കാണുമ്പോൾ ഇതൊരു വൈറ്റ് പെൻസിൻ്റെ കളക്ഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇത് വാങ്ങിക്കാനുള്ള റീസൺ. കുറച്ചും കൂടെ ഒരു മിനിമൽ എസ്തെറ്റിക് ആ ഒരു വൈബിൽ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ ഡെസ്കിൽ ഞാൻ കൂടുതലും വൈറ്റ്, ട്രാൻസ്പെറൻറ്റ്, അതുപോലെ ട്രാൻസ്ലൂസൻറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത്, ഒരു മിനിമൽ തീമിൽ. അതുപോലെ നെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കോസ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് വൺ. ഇത് വന്നിട്ട് ഓവൽ ഷേപ്പിലുള്ളൊരു വുഡൻ കോസ്റ്ററാണ്. ഇതിൽ എന്ത് വെക്കാനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതും ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സിസേഴ്സ് ഇത് നമുക്കൊരു ലാർജ്, മീഡിയം, സ്മോൾ അങ്ങനെ 3 സൈസിൽ അവൈലബിൾ ഉണ്ടായിരുന്നു. ഇത് മീഡിയം സൈസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഹോൾ വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ഞാൻ എപ്പോഴും വീഡിയോസ് കാണാറുള്ള അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ വാങ്ങിയതാണ്. കാരണം അവരുടെ ഡെസ്കിൽ കാണുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്കിവിടെ അവൈലബിൾ അല്ല. അവരുടെ വീഡിയോസും ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ടിമു അതുപോലെയുള്ള ഫോറിൻ വെബ്സൈറ്റിൽ നിന്നാണ് ഇതുപോലത്തെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചതെന്ന്. സോ എനിക്ക് കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ടിമുന്ന് ഷോപ്പ് ചെയ്തതാണ്. ആൻഡ് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ടും എബ്രോഡൊന്നും പോകാത്തത് കൊണ്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പർച്ചേസ് ചെയ്യൽ പോസിബിൾ അല്ല. സോ എൻ്റെ ഫ്രണ്ട് ലണ്ടനിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുമിച്ച് ഞാൻ പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങി. എനിക്ക് ഒരു 2 months വെയിറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഞാനൊരു പെൻസിൻ്റെ കോംബോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വൈറ്റ് കളർ തീമിൽ വന്നിട്ടുള്ള 5 പീസിൻ്റെ പെൻ സെറ്റാണ്. ആൻഡ് ഓൾസോ ഒരു പുഡിംഗ് പെൻ ഹോൾഡർ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് വാങ്ങിയത്. അത്രയും എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു ഈ ഒരു പുഡിംഗ് പെൻ ഹോൾഡറൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മുജി ബ്രാൻഡിൻ്റെ പെൻസിൽ ബോക്സിൻ്റെ ഡ്യൂപ്പാണ്. ഇത് വന്നിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു പെൻസിൽ കീസാണ്. 2 സൈഡിൽ ഇങ്ങനെ ഓപ്പണിംഗ് വന്നിട്ട് ഇതിൻ്റെ 2-3 ഡിസൈൻസ് ടിമുൽ അവൈലബിൾ ആയിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു പാറ്റേൺ ആണ്. ട്രാൻസ്ലൂസൻ്റ് ആയതുകൊണ്ട് ആ ഒരു മിനിമൽ എസ്തെറ്റിക്സ് കീപ്പ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അടുത്തത് ഈ ഒരു ഹോളിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പെക്സ് കേസാണ്. 2 റാബിറ്റിൻ്റെ പിക്ചറൊക്കെ വന്നിട്ട് ഞാൻ ഓൾറെഡി ഒരു സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. സോ അത് വെക്കാൻ വേണ്ടിയിട്ട് ഡെസ്കിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു എസ്തെറ്റിക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വൈറ്റ് കളർ കേസ് വാങ്ങിയത്. എൻ്റെ കയ്യിലുള്ള സ്പെക്സിൻ്റെ കേസ് ഒരു കൈൻഡ് ഓഫ് ഗ്രെയിനാണ്. അത് ആ ഒരു എസ്തെറ്റിക് വൈബ് ഇല്ലാത്തത് കൊണ്ട് ഡെസ്കിൽ എൻ്റെ സ്പെക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്പെക്സ് കേസ് വാങ്ങിയത്. ഇനി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോഡക്ട്സ് കാണിക്കാം. ഇത് വന്നിട്ടൊരു കുഞ്ഞി
ടേപ്പ് ഡിസ്പെൻസറാണ്. ഞാൻ വാഷി ടേപ്പോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ടേബിളിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ ഐറ്റം വന്നിട്ട് ഒരു സ്കെയിലാണ്. ഒരു നോർമൽ സ്കെയിലാണ്, പക്ഷേ അത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്കെയിലാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അത് 30 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ട്രാൻസ്ലൂസൻറ്റ് പെൻ ഹോൾഡറിൽ വെക്കാൻ വേണ്ടിയാണ് ഞാനിത് വാങ്ങിയത്. ഞാൻ കൂടുതൽ എൻ്റെ ഡെസ്കിലേക്ക് മാച്ചായ രീതിയിലാണ് പ്രോഡക്റ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കോസ്റ്ററാണ്. ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. ഞാൻ വിചാരിച്ച അത്ര ഈസി ആയിട്ട് അത് പൊളിഞ്ഞ് വരുന്നുണ്ടായിരുന്നില്ല. നല്ലോണം ടൈം എടുത്തിട്ടാണ് ഞാനത് പീൽ ഓഫ് ചെയ്ത് എടുത്തത്. ഇത് ഞാൻ ഓർഡർ ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ഒരു സൈസ് എക്സ്പെക്റ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് ചെറുതാണ് ഈ ഒരു സൈസ്. എന്നാലും പ്രശ്നമില്ല, നമുക്ക് ഡെസ്കിൽ വെച്ചിട്ട് എന്തെങ്കിലും ഡ്രിങ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കപ്പും സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോസ്റ്റർ എന്തായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോൺ ഹോൾഡറാണ്. ഇതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഫോൺ ഹോൾഡറാണ്. നമ്മളെന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് ജേർണലിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ വെക്കാൻ പ്രോപ്പറായിട്ടൊരു സ്പേസ് ഇല്ല. സോ ഒരു ഫോൺ ഹോൾഡർ വാങ്ങാമെന്ന് വിചാരിച്ചു. അതും നമുക്ക് ഡെസ്കിൻ്റെ വൈബിനോട് മാച്ചായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഫോൺ ഹോൾഡറാണ് ഞാൻ വാങ്ങിയത്. ഇതിൽ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് ഒരു കോട്ടിങ് വരുന്നുണ്ട്. അത് പീൽ ഓഫ് ചെയ്ത് കളയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫോൺ കേസായിട്ട് കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ടാബൊക്കെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ വെയിറ്റൊക്കെ ഇത് നല്ലോണം ഹോൾഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു സിമിലർ ഡിസൈൻ ഞാൻ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം ക്വാളിറ്റിയിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും പ്രോഡക്റ്റ്സ് വാങ്ങുന്ന സ്ഥിതിക്ക് ടിമോന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ഇതും ഒരു 1 പൗണ്ട് താഴേക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ടിമോന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയത്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടൊക്കെ നമുക്ക് ഫോൺ നന്നായിട്ട് ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ളൊരു ഫോൺ വെച്ച് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ 2 ട്രാൻസ്പെറൻറ്റ് ക്ലിപ്പാണ്. ഞാൻ ഈ ഒരു ടിമോന്ന് വാങ്ങിച്ച പ്രോഡക്ട്സിൽ ഏറ്റവും ഡിസപ്പോയിൻറ്റഡ് ആയ ഒന്നാണിത്. കാരണം ഇതിൻ്റെ പിക്ചറിൽ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 1 സംതിങ് അതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 1 പൗണ്ടും എത്രയോ പെൻസും. പക്ഷേ ഇതിൻ്റെ സൈസ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഭയങ്കര ചെറുതായിപ്പോയി. ട്രാൻസ്പെറൻറ്റ് പോലെ തന്നെ വൈറ്റ് കളറിൽ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ ഈ ഒരു കുഞ്ഞ് സിസേഴ്സാണ്. ഇത് ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോറിൻ ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് നോക്കിയാൽ എല്ലാവരുടെ ഡെസ്കിലും ഈ ഒരു സിസേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇങ്ങനെ ചെറിയൊരു ക്യാപ്പ് വരുന്നുണ്ട്. സോ ഈ ഒരു സിസേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിൽ. അടുത്തത് ഈ ഒരു വൈറ്റ് കളറിലുള്ള ജേർണൽ ക്ലിപ്പാണ്. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ജേർണൽ കാർണിവൽ എന്ന് പേരുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു മാഗ്നറ്റ് ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക് ആണ്, വേറെ സംഭവങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഈ ഒരു വൈറ്റ് കളറിലെ ഷാർപ്നർ. ഇത് ഞാൻ എന്തിന് വാങ്ങിച്ചു എന്നെനിക്കറിയില്ല. കാരണം ഇതങ്ങനെ എപ്പോഴും ഡെസ്കിൽ വെക്കാറുമില്ല. എന്നാൽ യൂസ് ചെയ്യാനായിട്ട് എനിക്ക് വേറെ ഷാർപ്നർ ഉണ്ട്. എന്നാലും വൈറ്റ് കളർ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റേപ്ലറിൻ്റെ സെറ്റാണ്. ഇത് എനിക്കൊരു ചെറിയ സൈസിലുള്ള വൈറ്റ് അല്ല, ഒരു ചെറിയ സൈസിലുള്ള സ്റ്റേപ്ലർ വേണമായിരുന്നു കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. റാൻഡം കളേഴ്സായിട്ടാണ് അവർ സെൻഡ് ചെയ്യുന്നത്. സോ എനിക്ക് കിട്ടുകയാണെങ്കിൽ വൈറ്റ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടിമോന്ന് വാങ്ങിയത്. ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടും നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പോൾ. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു സെറ്റ് ഓഫ് സ്റ്റീപ്ലർ പിൻസും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെയും 2-3 കളേഴ്സ് ടിമോയിലുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഹെഡ്ഫോൺ ഹോൾഡറാണ്. ഇത് ഞാൻ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ പിക്ചറും ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. എനിക്ക് ഹെഡ്ഫോൺ കറൻ്റ്ലി ഇല്ല. എനിക്ക് ഉടനെ എന്തായാലും ഒരു ഹെഡ്ഫോൺ വാങ്ങിക്കണം. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴേ ഒരു ഹെഡ്ഫോൺ ഹോൾഡർ വാങ്ങിയതാണ്. എനിക്ക് ഡെസ്കിൽ കീപ്പ് ചെയ്യുമ്പോൾ ഹെഡ്ഫോൺ വെക്കാനായിട്ട് ഈ ഒരു സ്റ്റാൻഡ്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴേ വാങ്ങിച്ചു. ഹെഡ്ഫോൺ എന്തായാലും ഉടനെ വാങ്ങിക്കണം. അപ്പോൾ ഡെസ്കിൻ്റെ എസ്തെറ്റിക്സ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് കളറിൽ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. നെക്സ്റ്റ് നമുക്ക് ടിമോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ടേപ്സ് ഒക്കെ കാണാം. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് അതുപോലത്തെ വാഷി ടേപ്സിൻ്റെ സെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ടിമോയിൽ അതിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ടൈം വാങ്ങിക്കുമ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ടേപ്സൊക്കെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. വാഷി ടേപ്പിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള നല്ല വലിയ സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതിൽ കാണിക്കുന്നത് ഒരു കോഫി തീമിലുള്ള സ്റ്റിക്കറാണ്. ഇത് ആക്ച്വലി
ഞാൻ വാങ്ങിയിട്ട് പണി കിട്ടിയൊരു സംഭവം കൂടിയാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല. അത് ഞാൻ അപ്കമിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും കാണിക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് ജേർണലിങ്ങിലൊക്കെ നമുക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. നമ്മളുടെ ഇന്ത്യയിൽ ഞാനിതങ്ങനെ അധികം ഇൻസ്റ്റഗ്രാം പേജസിലോ ജേർണലിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന പേജസിലോ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ 2 കളർ വേരിയൻറ്റ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കുറച്ചൊരു ബ്രൗൺ ന്യൂട്രൽ സംഭവവും പിന്നെ ഒരെണ്ണത്തിൽ കുറച്ചും കൂടി ന്യൂഡ് ആൻഡ് ലൈറ്റർ ഷെയ്ഡ്സുള്ള കുറച്ച് ഡോട്ടഡ് സ്റ്റിക്കേഴ്സാണ്. ഇത് അത്യാവശ്യം 2 മീറ്റർ എന്തോ ലെങ്ത് ആണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ. ഇതിലും നമുക്ക് ഇഷ്ടം പോലെ കളേഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഗ്രിഡിൻ്റെ ടേപ്പ് സെറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു വിൻറ്റേജ് ബ്രൗൺ തീമാണ്. ഇതും നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഉണ്ടായിരുന്നു, ബ്ലൂ കളർ, ഗ്രീൻ, അതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ചെക്സിൻ്റെ ഡിസൈനിലുള്ള വാഷി ടേപ്പിൻ്റെ സെറ്റ്. ഈ ഒരു ബോക്സിൽ 8 പീസ് വാഷി ടേപ്പിൻ്റെ സെറ്റാണ് വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഗ്രിഡിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ. ഇത് 3 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പാക്കറ്റൊക്കെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു. ഈ ഒരു സെറ്റിൽ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ. നെക്സ്റ്റ് സെറ്റിൽ ഒരു ബ്രൗണിൻ്റെ 3 ഷെയ്ഡ്സ്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം ഞാൻ വാങ്ങിയത്. പിന്നെ ഞാൻ കുറേ നേരമായിട്ട് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് ആ ഒരു ഫോറിൻ കൺട്രിയിലുള്ള കുറേ ഇൻസ്റ്റഗ്രാം പേജസിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ എൻ്റെ ഫേവറേറ്റ് ഒരു ക്രിയേറ്ററാണ് അമബെല്ലെ. അതുപോലെ അമബെല്ലയുടെ കൈൻഡ് ഓഫ് തീംസ് ഫോളോ ചെയ്യുന്നൊരു മലയാളം ക്രിയേറ്ററാണ് ഷെന്നയുടെ വീഡിയോസ് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ കാണിച്ച കുറേ പ്രോഡക്ട്സും ഞാൻ ഷെന്നയുടെ ഡെസ്ക് ഇൻസ്പോ കണ്ടിട്ടാണ് വാങ്ങിയത്. എനിക്കും അതുപോലെ ഡെസ്കിൽ സെറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ ഒരു തീമും വൈബും മാച്ച് ആയതുകൊണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ കുറേ പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫിലിമിൻ്റെ റോള് പോലത്തെ വാഷി ടേപ്പിൻ്റെ സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ടൊരു വാഷി ടേപ്പ് ഡിസ്പെൻസറാണ്. ഇത് ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മീ ആൻഡ് മൈ ഫെയറിയുടെ വീഡിയോസ് കാണുമ്പോൾ ആ ഒരു ടൈം മുതലേ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സംഭവമാണ്. സ്റ്റേഷനറി പാലിൻ്റെ വെബ്സൈറ്റിലുണ്ട്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പിംഗ് ചാർജ് കൂടുതലാണ്. ഇതിലും ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു സ്റ്റിക്കും സംഭവമൊക്കെ വേറെ കളേഴ്സ് വന്നിട്ട് ഇതിൽ നമുക്കിങ്ങനെ ടേപ്പ് വെച്ചിട്ട് വലിച്ചിങ്ങനെ എടുക്കാം. അതാണ് ഇതിൻ്റെ യൂസേജ്. ഡെസ്കിലൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ജസ്റ്റ് ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഡെസ്കിലൊക്കെ ഓരോ തീമിലുള്ള വാഷി ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാവരും വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു വാഷി ടേപ്പ് ഡിസ്പെൻസർ. അപ്പോൾ നമ്മളുടെ ടിമു ഹോൾ വീഡിയോ കമ്മിങ് ടു ആൻ എൻഡ്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പ്രോഡക്ട്സും കൂടെ കാണിക്കാനുണ്ട്. ഇത് വന്നിട്ടൊരു ID കാർഡ് ഹോൾഡറാണ്. ഇതും ഞാൻ ഷെന്നൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വാങ്ങിയത്. പെഗ് ബോർഡിലൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നമുക്കിങ്ങനെ ഫോട്ടോ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതെനിക്ക് അങ്ങോട്ട് എങ്ങനെയാണ് എല്ലാം കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കുത്തിയിരുന്ന് നോക്കിയിട്ടാണ് അത് എല്ലാം കൂടെ ഒന്ന് ഹാങ്ങിങ് ഒക്കെ ഇട്ട് സെറ്റാക്കി എടുത്തത്. ചെയ്ത് വന്നപ്പോൾ അത്രയും ഡിഫിക്കൽട്ടി ഉണ്ടായില്ല. സോ എന്തായാലും ആ ഒരു ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ID കാർഡ് ഹോൾഡറാണ് ഞാൻ മെയിനായിട്ട് പെഗ് ബോർഡിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും അത് നമുക്കൊരു കോർണറിലേക്ക് എന്തായാലും മാറ്റി വെക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്യൂട്ടായിട്ടുള്ള ഒരു കാൽക്കുലേറ്ററാണ്. ഇത് ഒരു ബേജ് കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീനും ലൈറ്റ് ഒരു ലാവൻഡർ കൈൻഡ് ഓഫ് ഷെയ്ഡും ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ബേജ് കളറ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടെ ഒന്നും ഇതുപോലത്തെ ഒരു കാൽക്കുലേറ്റർ കണ്ടിട്ടില്ല. നമ്മളുടെ നാട്ടിലൊക്കെ കുറേ മിക്സഡ് കളേഴ്സിൻ്റെതാണ് അവൈലബിൾ. സോ എനിക്ക് ഈ ഒരു ലൈറ്റ് കളർ തീം കിട്ടിയപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങിയതാണ്. അങ്ങനെ നമ്മളുടെ ഹോൾ വീഡിയോയിൽ ലാസ്റ്റ് പ്രോഡക്റ്റും കൂടെ ഞാനിപ്പോൾ കാണിക്കാം. സോ അത് വന്നിട്ട് ഈ ഒരു ഫോട്ടോ ഹോൾഡറാണ്. ഇത് ഒരു A6 സൈസിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഓരോരോ പേജസിലായിട്ട് ഫോട്ടോസ് കീപ്പ് ചെയ്യാം. ഞാനിത് വാങ്ങിയത് എനിക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ലെഫ്റ്റ് ഓവേഴ്സും അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സും അതുപോലത്തെ ഐറ്റംസൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളുടെ ടിമു ഹോൾ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.